ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ OET സക്സസ് ലൈൻ. അപ്പോൾ ഞാൻ വീണ്ടും OETയുടെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ OET ലെറ്റർ എഴുതുമ്പോൾ പിള്ളേർ കൂടുതലായിട്ടും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഭാഗങ്ങൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ കമൻസ്ഡ്, ഷി വാസ് കമൻസ്ഡ് ഓൺ, ഷി ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ എന്നൊക്കെ നമ്മൾ എപ്പോഴും ലെറ്ററിൽ എഴുതുന്നതാണ് അല്ലേ. ശരിക്കും അതിന്റെ അർത്ഥം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, ഇപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കമൻസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാണ്. ഓക്കെ, അപ്പം കമൻസ്ഡ് എന്നൊക്കെ നമ്മൾ ലെറ്ററിൽ സാധാരണ എഴുതാറുണ്ട്. അങ്ങനെ എഴുതുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കി മാത്രം എഴുതുക. ഇപ്പൊ റീകമൻസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റ്, അതായത് ആ പേഷ്യന്റിന് ഓൾറെഡി മെഡിക്കേഷൻ എടുക്കുന്നുണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സർജറിക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തു. അതിനുശേഷം ആഫ്റ്റർ ദ സർജറി അഗെയിൻ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അത് റീകമൻസ്ഡ് ചെയ്തു എന്ന് തന്നെ എഴുതേണ്ട വരും. അതിൽ റീകമൻസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഹൈഫനേറ്റഡ് വേർഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് എഴുതുക. ഹൈഫൻ ഇട്ടിട്ട് മാത്രം കമൻസ്ഡ് എന്ന് മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക പിള്ളേരെ. ഓക്കെ, അതല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് തെറ്റുവരുത്തുന്ന ഒരു കാര്യമാണ് കംപ്ലയൻസ്, COMPLAINTS. അതിന് പകരം INS ഉപയോഗിക്കും, INED ഉപയോഗിക്കും. ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നും ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഇതിൽ എൻഡ് സ്ക്രീൻ ആയിട്ട് ഞാൻ ഇടാം. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് വീണ്ടും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇനി പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, റീഒക്കുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഒക്കുറൻസ് ഒക്കെ നമ്മൾ സാധാരണ ലെറ്ററിൽ എഴുതാറുണ്ട് അല്ലെ. അതൊരു ഹൈഫനേറ്റഡ് വേർഡ് ആണ്. ഓക്കെ, -ഒക്കുറൻസ് തന്നെ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവും ഇത് എപ്പോഴും പിള്ളേർ തെറ്റിക്കുന്നുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഹൈഫനേറ്റഡ് വേർഡ്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കോമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാറുണ്ടല്ലോ. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഇറ്റ് ഈസ് നോട്ട് എ ഹൈഫനേറ്റഡ് വേർഡ്, ഇറ്റ്സ് എ വൺ വേർഡ്, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. എന്നാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് നമ്മൾ എഴുതുമ്പോൾ പോസ്റ്റ് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് വേണം ഓപ്പറേറ്റീവ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉള്ളത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊരു കുഞ്ഞു മിസ്റ്റേക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇതൊക്കെ ഇതാണോ, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് അറിയില്ലാത്ത പിള്ളേർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ വേറൊരു ചെറിയൊരു സെന്റൻസ് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് എന്താ പറയാ, ന്യൂമോണിയ. ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ന്യൂമോണിയ എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, അതാണോ? അതിൽ വേറൊരു സെന്റൻസ് സ്ട്രക്ചറോടെ പറയുകയാണെങ്കിൽ ഷീ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് ന്യൂമോണിയ. ഇത് രണ്ടിലും പിള്ളേർക്ക് കൂടുതലായിട്ട് ഡൗട്ട്സ് വരാറുണ്ട്. നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പം ഷീ ഹാഡും വെച്ചിട്ട് ഷീ ഹാസും വെച്ചിട്ട് എഴുതാറുണ്ട്. ഷീ ഹാഡ് എ ഹിസ്റ്ററി എന്ന് എഴുതല്ല, ദാറ്റ് ഇസ് എ ഹിസ്റ്ററി അല്ലേ. അപ്പൊ അതുകൊണ്ട് ഷീ ഹാസ് എ ഹിസ്റ്ററി എന്ന് തന്നെ യൂസ് ചെയ്യണം. ഷീ ഹാഡ് എ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അതിൽ എഴുതല്ല. ഓക്കെ, ഷീ ഹാസ് എ ഹിസ്റ്ററി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് MI, CVA ഇങ്ങനെയൊക്കെയുള്ള ഡിസീസ് കണ്ടീഷൻസ് എഴുതുമ്പോഴത്തേനും അത് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എങ്ങനെ എഴുതാം? ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ്, ആ ഒരു നമുക്ക് എഴുതാം. ഷീ ഹാസ് എ ഹിസ്റ്ററി എന്ന് എഴുതുന്നതിന് പകരം ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ് സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഷീ ഹാഡ് ആൻ എപ്പിസോഡ് ഓഫ് MI, ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. അപ്പം ഈ ഒരു 2 കാര്യങ്ങളും കൂടെ നല്ലപോലെ ശ്രദ്ധിക്കുക ലെറ്റർ എഴുതാൻ നേരത്ത്. ഓക്കെ, ഒരു നെക്സ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ളത്, ഞാനിത് മുമ്പ് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പം നോൺ കേസ് ഒക്കെ എങ്ങനെയാ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഒരു 4-5 സ്റ്റെപ്സ് ഉണ്ട്. നോൺ കേസ് നമുക്ക് എങ്ങനെയാ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുവാന്ന് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ഒന്ന്, അതായത് നമ്മൾ നോൺ കേസിൽ ഇപ്പം ടാസ്ക് ഒക്കെ വായിക്കുമ്പോൾ, ലെറ്ററിൽ ടാസ്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും ഇപ്പൊ ജോൺസ് അല്ലെങ്കിൽ ലൈക്ക് നിഗിൾസ് എന്നൊക്കെ വരുമ്പോൾ നിഗിൾസ് ഡോക്ടർ, നിഗിൾസ് GP, അങ്ങനെയൊക്കെ ഒരു നിഗിളിന്റെ GP എന്നുള്ള രീതിയിലാണ്. അപ്പൊ നോൺ കേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ലാസ്റ്റ് S വന്ന് അവസാനിക്കുന്ന ഒരു നെയിം ആണെങ്കിൽ ജെയിംസ്, ഫോർ എക്സാമ്പിൾ ജെയിംസ്. ഓക്കെ, ജെയിംസ് GP എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ അപ്പസ്ട്രോഫി S എവിടെ വരുന്നത്? ഇപ്പം നിഖിൽ എന്ന് പറയാൻ നിഖിൽ എഴുതിയിട്ട് അപ്പസ്ട്രോഫി S അങ്ങനെ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു ജെയിംസ് എന്ന് പറയുമ്പം ജെയിംസ് എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് ആണ് ഒരു അപ്പസ്ട്രോഫി വരുന്നത്. അതെ, അപ്പം നമ്മൾ ലാസ്റ്റ് S അവസാനിക്കുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ നെയിംസ് വരുമ്പോഴത്തേനും ശരിക്കും നോക്കണം. ലാസ്റ്റ് S അപ്പസ്ട്രോഫി അവിടെ ഉണ്ടാവത്തില്ല. ആ S കഴിഞ്ഞിട്ടായിരിക്കും അപ്പസ്ട്രോഫി, അത് കഴിഞ്ഞിട്ട് ഒരു S ഉണ്ടാവില്ല സാധാരണ നമ്മൾ കാണുന്ന പോലെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേറെ മെയിൻ ആയിട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന വുമൻ
വുമൻ എന്നൊക്കെ പറയുന്നത്. വുമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, വൺ അല്ലെങ്കിൽ വിമൻ, മോർ ദാൻ വൺ, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് അങ്ങനെ വരുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് മാർക്സ് പോകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഡേറ്റ് എഴുതുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട്സ് വരുന്ന ഒരു കാര്യമാണ് ഡേറ്റ്. ഇപ്പം കുറേ റീസെന്റ് ആയിട്ട് കുറേ ആൾക്കാർക്ക് കോമ ഇടണോ, കോമ ഇടണ്ടേ, കോമ ഇട്ടില്ലെങ്കിൽ എന്താ, കോമ ഇട്ടാൽ എന്താ, അങ്ങനെ കുറേ അധികം ഡൗട്ടും കാര്യങ്ങളും. ഇപ്പം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നവർ തന്നെ പിള്ളേർ വരുമ്പോൾ തന്നെ അല്ല അവിടെ പഠിപ്പിച്ച അങ്ങനെയല്ല, കോമ എന്തുകൊണ്ട് ഇടണ്ട, കോമ ഇടണമായിരുന്നു. ഇതൊന്നും വലിയൊരു ബിഗ് ഡീൽ അല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ കോമ ഇട്ടത് കൊണ്ട് നിങ്ങളുടെ ഒരു ബി ബാൻഡ് കുറയത്തൊന്നുമില്ല. എന്നാൽ അത് കോമ ഇടുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അത് വേറെ ഇംഗ്ലീഷ്, ഇത് വേറെ ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നോർമലായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോമ ഇട്ടാലും അവിടെ നിങ്ങൾക്ക് ബി ബാൻഡ് കിട്ടേണ്ടതാണെങ്കിൽ കോമ ഉറപ്പായിട്ടും പിന്നെ ബി ബാൻഡ് കിട്ടിയിരിക്കും. പിന്നെ നോർമലായിട്ട് ഇപ്പം ഡേറ്റ് 20 ഏപ്രിൽ, 1992 ആ ഒരു ഇതിൽ എഴുതുമായിരുന്നു. ഇപ്പൊ അവിടെ കോമ ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഓക്കെ, പിന്നെ അത് വലിയൊരു ഡീലായിട്ട് നിങ്ങൾ എടുക്കണ്ട, അത്രമാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം നമ്മൾ ലെറ്ററിൽ ഡേറ്റ് എഴുതുമ്പോൾ നമുക്ക് സാധാരണ ലെറ്ററിൽ എഴുതുമ്പോൾ ഒരു അഡ്മിഷൻ ഡേറ്റ് ഉണ്ടെങ്കിൽ, ഡിസ്ചാർജ് ഡേറ്റ് ഇല്ല, അഡ്മിഷൻ ഡേറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എന്തെഴുതും, അഡ്മിഷൻ ഡേറ്റ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനിയിപ്പം അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലെറ്ററിലേക്ക് വരുമ്പം ഹി പ്രസന്റഡ് എന്നായി പോകും. കാരണം ഓവർ ദ നൈറ്റ് അവരവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അഡ്മിഷൻ ഡേറ്റ് എന്ന് അവർ പറഞ്ഞു തരുന്നത്. ഡിസ്ചാർജ് ഡേറ്റ് ഇല്ലെങ്കിൽ പേഷ്യന്റ് മോർ ദൻ 1 നൈറ്റിൽ അവിടെ സ്റ്റേ ചെയ്യുന്നില്ലെന്ന് അർത്ഥം. അപ്പോൾ ഹി വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഹി പ്രസന്റഡ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാമത്തെ ഒരു ഡേറ്റിന്റെ ക്രൈറ്റീരിയ വരുന്നത് ഡിസ്ചാർജ് ഡേറ്റും അഡ്മിഷൻ ഡേറ്റും ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ഗോ ഫോർ ഡിസ്ചാർജ് ഡേറ്റ്. ഡിസ്ചാർജ് ഡേറ്റ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അതുമല്ല ചിലപ്പം ഇങ്ങനെ എഴുതും, ഫോർ എക്സാമ്പിൾ ലൈക്ക് 15th പേഷ്യന്റ് വന്നു. ഓക്കെ, ആഫ്റ്റർ 5 days യു വിൽ ബി ഗെറ്റിംഗ് ഡിസ്ചാർജ്. ആ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ 5 days പ്ലസ് നമുക്ക് അവിടെ കൂട്ടണം. 15 + 5, ഓക്കെ, 20 daysലേക്ക്. അപ്പൊ 20th വരും ഡേറ്റ്. ആ ഒരു രീതിയിലും കൂടെ നമുക്ക് ക്രൈറ്റീരിയാസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ഡിപ്പെൻസ് ലെറ്റർ അനുസരിച്ച്. ഓക്കെ, പിന്നെ എല്ലാവരും ഡൗട്ട് ഒരു 3 days ഒരുമിച്ച് തന്നു. അഡ്മിഷൻ ഡേറ്റ്, ഡിസ്ചാർജ് ഡേറ്റ് ആൻഡ് ടുഡേസ് ഡേറ്റ്. അപ്പം ടുഡേസ് ഡേറ്റ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് അവിടെ എഴുതേണ്ടി വരിക. 3 ഡേറ്റും ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ടുഡേസ് ഡേറ്റ്. ഓക്കെ.